നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്നതാകുന്ന നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ, അത് വീടായിരുന്നാലും, അത് വാഹനമായിരുന്നാലും, ഭാര്യയായിരുന്നാലും, മക്കളായിരുന്നാലും, മാതാപിതാക്കളായിരുന്നാലും, കച്ചവട സ്ഥാപനമായിരുന്നാലും, ബിസിനസ് സാമ്രാജ്യമായിരുന്നാലും, അതൊക്കെ നിലനിൽക്കണമെങ്കിൽ ഖുർആനാണ് ഇതിന് ഉപോത്ബലകമായ ഒരു മനോഹരമായ ഉദാഹരണത്തിലൂടെ ഒരു ചരിത്രം അല്ലാഹു നമ്മെ ഓർമ്മപ്പെടുത്തുക. കാഫിറായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സുന്ദരമായ മനോഹരമാകുന്ന തോട്ടങ്ങൾ നൽകി. മുന്തിരിത്തോട്ടം 2 എണ്ണം, വിശാലമാകുന്ന ഒരു ഈത്തപ്പഴത്തിന്റെ തോട്ടം, തീർന്നില്ല. വജഅൽനാ ബൈനഹുമാ സറഅ. ഇത് രണ്ടും കൂടാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല പല വിധത്തിലുള്ള കൃഷിയും അല്ലാഹു അദ്ദേഹത്തിന് നൽകി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമല്ല, ഒരുപാട് പല വിധത്തിലുള്ള കൃഷിയിടവും അദ്ദേഹത്തിനുണ്ട്. അങ്ങനെയൊക്കെ അദ്ദേഹം വലിയ ധനികനാണ്. കിൽതൽ ജന്നതൈനി ആതതു കുലുഹാ വലം തളിം മിൻഹു ശൈആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്ദരമായ തോട്ടങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിച്ചുകൊണ്ടിരുന്നു. ആ തോട്ടങ്ങളൊക്കെ തന്നെ അതിന്റെ ഫലങ്ങൾ കൃത്യമായി കൊടുത്തുകൊണ്ടിരുന്നു. വലം തളിം മിൻഹു ശൈആ. ഒരു നിലയ്ക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു നിലയ്ക്കും അല്ലാഹു അക്രമം പ്രവർത്തിച്ചില്ല, ഒരളവ് പോലും അല്ലാഹു കുറച്ചില്ല. എല്ലാ മാസവും വളരെ റാഹത്തായിട്ട് അദ്ദേഹത്തിന് വിളവുകൾ ലഭിച്ചുകൊണ്ടിരുന്നു. വളരെ സന്തോഷകരമായ നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതത്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. വഫജ്ജർനാ ഖിലാലഹുമാ നഹറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സുന്ദരമായ തോട്ടത്തിനിടയിലൂടെ മനോഹരമായ അരുവിയും അല്ലാഹു നൽകി. നല്ലൊരു അരുവിയും അല്ലാഹു നൽകി. സമ്പുഷ്ടമായ എപ്പോഴും വെള്ളമുണ്ട് സദാസമയം. അങ്ങനത്തെ ഒരു അരുവി ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ഏറ്റവും അനുയോജ്യമാണ്. വെള്ളം കിട്ടുക എന്ന് പറയുന്നത് അവിഭാജ്യ ഘടകമാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. മനോഹരമായ അരുവിയും ആ ഇരു തോട്ടങ്ങൾക്കിടയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. മുന്തിരിയുടെ തോട്ടം, ഈത്തപ്പഴത്തിന്റെ തോട്ടം, ഇതല്ലാതെ ഒരുപാട് കൃഷികൾ, അതിനിടയിലൂടെയൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അരുവികൾ സമ്മാനിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ സമ്പത്ത് കുമിഞ്ഞുകൂടുകയാണ്. وكان له ثمر فقال لصاحبه. ഒരുപാട് സമ്പത്ത്, ഒരുപാട് വരുമാനങ്ങൾ അദ്ദേഹത്തിനുണ്ടായി തീർന്നു. അതുകൊണ്ട് തന്നെ തന്റെ കൂട്ടുകാരനോട്, മുസ്ലിമായ മനുഷ്യനോട് അദ്ദേഹം പറയുകയാണ്, വഹുവ യുഹാവിറുഹു. അദ്ദേഹത്തോട് അഹന്ത വെച്ചുകൊണ്ട്, അഹങ്കാരം വെച്ചുകൊണ്ട് സംവാദം നടത്തിക്കൊണ്ട് പറയുകയാണ്, അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ. അന അക്സറു മിൻക മാലൻ വഅഅസ്സു നഫറാ. ഞാനാണ് നിന്നേക്കാൾ വലിയ സമ്പന്നൻ, നിന്നേക്കാൾ വലിയ സംഘബലവും ഉള്ളത് എനിക്ക് തന്നെയാണ്. ഞാനാണ് ഇസ്സത്തുള്ളവൻ. കാരണം എനിക്ക് സമ്പത്തുണ്ട്, എനിക്ക് റാഹത്തായ നിലയിലുള്ളതാകുന്ന ബിസിനസ് സാമ്രാജ്യമുണ്ട്, എനിക്ക് മനോഹരമായ കൃഷിയിടങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട്. റബ്ബ് നൽകിയെന്നല്ല, എനിക്ക് നൽകിയിട്ടുണ്ട്, ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന നിലയ്ക്ക് അദ്ദേഹം അഹന്ത വെക്കാണ്. ഞാനാണ് നിന്നേക്കാൾ വലിയ ധനികനെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. മാത്രമല്ല സംഘബലവും എനിക്കാണ്. ആണല്ലോ, സമ്പത്ത് കൂടുമ്പോഴാണല്ലോ സംഘം കൂടുക, ആളുകൾ അവനിലേക്ക് ഓടിയെടുക്കുക. സമ്പത്തില്ലാത്തവൻ ആർക്കും വേണ്ട. ഇന്ന് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവനായിട്ട് അവൻ നിലകൊള്ളും. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. ഈ അവിശ്വാസിയായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ സ്വന്തം തോട്ടത്തിലേക്ക് കടന്നു ചെന്നിട്ട് അദ്ദേഹം അഹന്ത വെച്ചുകൊണ്ട് അഹങ്കാരത്തിന്റെ വചനം പറയുകയാണ്. അള്ളയാണെന്ന് തന്നതെന്നുള്ള വിശ്വാസമില്ലാതെ അഹന്ത വെച്ചുകൊണ്ട് അദ്ദേഹം സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചുകൊണ്ട് പറയുകയാണ്, മാ അളുന്നു അൻ തബീദ ഹാദിഹി അബദാ. ഇതൊരിക്കലും നശിക്കുകയില്ല എന്ന് ഞാൻ ഭാവിക്കുന്നുണ്ട്. എൻ്റെ മനസ്സിലെ ഭാവന നിന്നോട് ഞാൻ പറയട്ടെ, എൻ്റെ ഈ തോട്ടം കാലാകാലം ഇതേപോലെ തന്നെ ശാശ്വതികത്വം ഉണ്ടാകുന്നതാണ്. വമാ അളുന്നു സാഅത ഖായിമതാ. സൂറന്ന കാഹളത്തിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ ഊത്ത് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് നീ നിലകൊണ്ടണ്ട. അങ്ങനെ ഒരവസ്ഥ പോലും ഉണ്ടാവുകയില്ല, ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് പറഞ്ഞു
പറഞ്ഞുകൊണ്ട് അഹന്ത വെച്ചുകൊണ്ട് വീണ്ടും അദ്ദേഹം പറയുകയാണ് വലഇറുദിതു ഇലാ റബ്ബി ലഅജിദന്ന ഖൈറൻ മിൻഹാ മുൻഖലബാ. എനിക്ക് മരണത്തെക്കുറിച്ച് വിശ്വാസമില്ല, ഖബറിനെക്കുറിച്ച് വിശ്വാസമില്ല, പുനർജീവിതത്തെപ്പറ്റില്ല, നാളെ ലോകാവസാനിക്കുമെന്നുള്ള വിശ്വാസമില്ല. ഇനി അഥവാ അങ്ങനെ ഉണ്ടായാൽ തന്നെ എനിക്ക് അല്ലാഹു ഇതിനേക്കാൾ ഖൈറായത് എൻ്റെ റബ്ബ് പകരം തരുമെന്ന് പറയുകയാണ്. പറഞ്ഞാൽ എനിക്ക് അങ്ങനെയൊന്നും വിശ്വാസമില്ല. അവൻ കളിയാക്കി പറയാൻ, പുനർജീവനത്തെ പറ്റി കളിയാക്കാൻ. പഴയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ സംവദിച്ചിരുന്നത് തന്നെയാണ്. പുനർജീവനം ഉണ്ടാവുകയില്ല, മരണം ഉണ്ടാവുകയില്ല, അങ്ങനെയൊക്കെ സംഗതി വെറുതെയാണ്. മരിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി തീർന്നു, ഖത്തും. ഇനി ഉണ്ടാവൂല ഒരു ജീവിതം, ഖബർ ഉണ്ടാവൂല, മഹ്ശർ ഉണ്ടാവൂല, വിചാരണ ഉണ്ടാവൂല, ലോകാവസാനം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാവൂല എന്നൊക്കെ ബാലിശമായി വാദിച്ചിരുന്നു. അതേപോലെ വാദിക്കുകയാണ് അദ്ദേഹം. പറയാണ് ഇനി അഥവാ അങ്ങനെ സംഭവിച്ചു പോയാൽ തന്നെ ഇതിനേക്കാളൊക്കെ ഉത്തമമായിട്ട് എനിക്ക് മടക്കി കിട്ടും എന്നുള്ള രീതിക്ക് അദ്ദേഹം വാദിക്കുകയാണ്. ഞാൻ അതിനൊക്കെ കഴിയുന്ന വ്യക്തിയാണ്, എബിലിറ്റി ഉള്ള ആളാണ് എന്ന് അദ്ദേഹം വാദിച്ചു. ഇനിയാണ് വിഷയം, ശ്രദ്ധിച്ചോ. അപ്പോൾ മുഅ്മിനായ മനുഷ്യൻ അദ്ദേഹത്തോടാണ് ഇതൊക്കെ പറയുന്നത്. ആ പാവപ്പെട്ട മനുഷ്യൻ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറയാൻ ഖാല ലഹു സാഹിബു വഹുവ യുഹാവിറുഹു أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا. മുഅ്മിനായ മനുഷ്യൻ അവിശ്വാസിയായ അഹന്ത വെക്കുന്നതായ മനുഷ്യനോട് പറയുകയാണ്, അല്ലയോ സഹോദരാ, ചെറുപ്പക്കാരാ, നിനക്കെങ്ങനെയാണ് അഹന്ത വെക്കാൻ തോന്നുന്നത്? നീ കേവലം മണ്ണായിരുന്നില്ലയോ, ഒരു പിടി മണ്ണായിരുന്നില്ലയോ? 62 മണ്ണുകൾ കുഴച്ചിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്ന് ഇമാം സുയൂത്ത് റഹിമഹുല്ലാ തഫ്സീർ ജലാനി രേഖപ്പെടുത്തുകയാണ്. അങ്ങനത്തതാകുന്ന മനുഷ്യ, നിന്റെ ഉപ്പയുടെ മുതുകിൽ നിലകൊണ്ട കേവലം ബീജത്തുള്ളിയായിരുന്ന മനുഷ്യനല്ലയോ നീ? ആ ഉപ്പയുടേതാകുന്ന മുതുകിൽ കിടന്ന ബീജങ്ങൾ നിന്റെ ഉമ്മയുമായിട്ട്, അതാ നിന്റെ പിതാവ് സംഗമിച്ച സമയത്ത്, ശാരീരികമാകുന്ന ബന്ധപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെതാകുന്ന ജനനേന്ദ്രിയത്തിലൂടെ ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടന്നു വന്നു. കേവലം ഒരു ചെറിയ ഭ്രൂണമായിരുന്ന നിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്തക്കട്ടയാക്കി മാംസപിണ്ഡമാക്കി മനോഹരമാകുന്ന മനുഷ്യ കോലത്തിലേക്ക് നിന്നെ കൊണ്ടുവരുകയാണ്. മജ്ജയും രക്തവുമൊക്കെ ഊട്ടപ്പെട്ടതായ റൂഹൂതപ്പെട്ടതാകുന്ന മനുഷ്യ കോലത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ കൊണ്ടുവന്നില്ലയോ? ثم من نطفة ثم سواك رجلا. ഒന്നുമല്ലാതിരുന്ന നീ, കേവലം ഉപ്പയുടെ മുതുകിൽ ബീജത്തുള്ളിയായി നിലകൊണ്ടിരുന്ന നീ, നിന്നെ മനോഹരമായ ഒരു മനുഷ്യനെയാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് സാധിച്ചെങ്കിൽ ആ റബ്ബിന്റെ മുന്നിൽ നീ ഒരിക്കലും ഇനി പുനർജീവിക്കപ്പെടുകയില്ല എന്നുള്ള അഹന്തയുടെ വർത്തമാനം പറയുകയാണോ? ഇതെല്ലാം എന്റെ സ്വന്തം കഴിവ് കൊണ്ടുണ്ടായതാണെന്ന് അവകാശപ്പെടുകയാണോ? നിനക്ക് ഈ ഉണ്ടായിട്ടുള്ളതാകുന്ന സർവ്വ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകിയതാണെന്ന് നീ ഓർക്കണേ. ലാകിന്ന ഹുവല്ലാഹു റബ്ബി. മുഅ്മിനായ മനുഷ്യൻ അദ്ദേഹം ബഹുമാനപ്പെട്ടവർ അദ്ദേഹം ചെന്നുകൊണ്ട് പറയുകയാണ്, ഖാല ലഹു സാഹിബുഹു വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ ثم من نطفة ثم سواك رجلا. നിന്നെ ഒരു മനുഷ്യക്കോലമാക്കി തന്നത് അല്ലാഹു അല്ലേ? എന്നിട്ട് റബ്ബിനോട് നീ ഈ നിഷേധം കാണിക്കാൻ പാടുണ്ടോ? എന്താ നീ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ. നീ റബ്ബിന്റെ മുന്നിൽ നീ നിഷേധിയാവണോ? എന്താ നീ കാണിക്കുന്നത്? നീ റബ്ബിനോട് ഈ നിഷേധിയാകാൻ പാടില്ല. റബ്ബ് സുബ്ഹാനഹു വ തആലയല്ലേ നിനക്ക് എല്ലാവിധ സംവിധാനങ്ങളും നൽകിയത്, എന്നിട്ട് നീ എന്താ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കാൻ. ലകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദാ.
മുഅ്മിനായ മനുഷ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, അല്ലയോ മനുഷ്യ സോദരാ, എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെയോ, അള്ളയാണ് എൻ്റെ റബ്ബ്, എന്നെ പരിപാലിക്കുന്നവൻ അല്ലാഹുവാണ്. ഈ ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബില്ലയോ, അവൻ തന്നെയാണ് എൻ്റെ കാര്യങ്ങളും നോക്കുന്നത്. വലാ ഉശ്രികു ബിറബ്ബി അഹദാ, അല്ലാഹുവിനോട് ഞാൻ പങ്കു ചേർത്ത് ആരാധിക്കുന്നില്ല, അവനല്ലാതെ മറ്റൊരു സൃഷ്ടികർത്താവ് എനിക്കില്ല. അദ്ദേഹം പറയാൻ തീർന്നില്ല. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്, അതാണ് നമ്മുടെ വിഷയവുമായിട്ട് ബന്ധം. തഴവാ ഉസ്താദ് ബൈത്ത് പാടിയത് അവിടെയാണ്. വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹ്, ولولا إذا دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا. മുഅ്മിനായ മനുഷ്യനാ കാഫിറായ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിക്കുകയാണ്, വലൗലാ ഹല്ലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ഷാ അല്ലാഹ്, നിനക്കെന്തേ നിന്റെ ഈ തോട്ടത്തിലേക്ക് കടന്നപ്പോൾ ഈ അഹന്തയുടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നീ നിലകൊള്ളുന്നത്? ഇതൊക്കെ ശാശ്വതികത്വമുള്ളതാണെന്ന് നീ വാദിക്കുന്നത് എന്തിനാണ്? നീ ആ തോട്ടത്തിലേക്ക് കയറുമ്പോൾ നിന്റെ നാവിലുണ്ടാവേണ്ട വചനം ഏതെന്നറിയുമോ? മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിന്റെ നാവിലുണ്ടാവേണ്ട വചനം ഇതാണ്, അല്ലാഹ് ഉദ്ദേശിച്ച ഒന്നാണിത്, അല്ലാഹ് ഉദ്ദേശിച്ച ഒന്നാണിത്. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സൗഭാഗ്യമാണിത്. എൻ്റെ ഈ മനോഹരമാകുന്ന 2 മുന്തിരിത്തോട്ടങ്ങളും ഈ സുന്ദരമാകുന്ന ഈത്തപ്പഴത്തിന്റെ തോട്ടവും മറ്റിതര കൃഷിയും തോട്ടങ്ങളുമെല്ലാം റബ്ബെനിക്ക് നൽകിയതാണെന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ? ലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ടല്ലാതെ ലോകത്തൊരു ശക്തിക്കും ഇത് സാധിക്കുകയില്ല. ഇത്ര മനോഹരമായ രീതിയിൽ, ഇത്ര ഉത്കൃഷ്ടമായ രീതിയിൽ, ഇത്ര സമ്പന്നമായ രീതിയിൽ, ഇത്ര ഫലഭൂഷ്ടമായ രീതിയിൽ എൻ്റെ ഇതാ തോട്ടങ്ങളെ സമ്പുഷ്ടമാക്കാൻ പടച്ച റബ്ബിനല്ലാതെ സാധിക്കില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ദൃഢനിശ്ചയത്തോടുകൂടി എന്തേ നിനക്ക് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള വചനം നിനക്കൊന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. പക്ഷെ അദ്ദേഹം പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അനുഗ്രഹം ചൊരിഞ്ഞതാകുന്ന വ്യക്തിയാണ് അല്ലാഹു. പടച്ച റബ്ബ് കൊടുത്തിരിക്കുന്നതാകുന്ന സർവ്വ അനുഗ്രഹങ്ങളെയും പരസ്യമായി തള്ളിക്കളഞ്ഞുകൊണ്ട് പുറംതിരിഞ്ഞതാകുന്ന മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാകുന്ന ശിക്ഷ ഏതെന്നറിയുമോ? വിശുദ്ധമായ ഖുർആൻ വ്യക്തമായി സൂറത്തുൽ കഹ്ഫിലൂടെ വ്യക്തമായി 42-ാം വചനത്തിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. വെള്ളിയാഴ്ച ദിവസം ഓതി വെക്കുന്നതാകുന്ന സൂറത്തുൽ കഹ്ഫ് ഒന്നെടുത്ത് പാരായണം ചെയ്തു നോക്കൂ പ്രിയപ്പെട്ട ഉമ്മമാരെ. അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കപടമുഖത്തോടുകൂടി തിരിഞ്ഞു കളഞ്ഞാൽ നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന വീട്, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ വാഹനം, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മക്കള്, നിനക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന മനോഹരമായ ഭൗതികമാകുന്ന ആർഭാട ആസ്വാദനങ്ങൾ, അതൊക്കെ മറന്നിട്ട് എനിക്കൊന്നും പടച്ച റബ്ബ് തന്നില്ല, എന്നെ അല്ലാഹു ഒന്നും തന്നെ നോക്കുന്നില്ല, എന്റെ ദുആഇന് ഉത്തരം നൽകുന്നില്ല. ഉസ്താദേ, ഞാൻ ഒരുപാട് ദിക്ർ ചെല്ലുന്നവളാണ്, ഞാൻ ഒരുപാട് ഇബാദത്ത് എടുക്കുന്നവളാണ്, ഞാൻ പാതിരാത്രി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുന്നവളാണ്. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ വിഷമങ്ങളും എന്റെ പ്രയാസങ്ങളും എന്റെ നൊമ്പരങ്ങളും എന്റെ ദുഃഖങ്ങളും എന്റെ വിരഹങ്ങളും എന്റെ വ്യതകളും എന്റെ കഥനകളും ഒന്നും പടച്ച റബ്ബ് കേൾക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആവലാതിപ്പെടുന്ന പെങ്ങളെ, ചെറുപ്പക്കാരാ, സഹോദരാ, പ്രവാസ ലോകത്തുള്ള പ്രിയപ്പെട്ടതാകുന്ന ചെറുപ്പക്കാരാ, പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കണമെങ്കിൽ ലാ ഹൗല ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണേ. വിശുദ്ധമായ ഖുർആനിൽ അടയാളപ്പെടുത്തിയത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ഒരു വചനം പരിപൂർണമായ വചനമല്ല, മറിച്ചൊരു ചെറിയ വാക്കാണ്. ലാ ഹൗലയുടെ ഒരു ചെറിയ ഭാഗം അതൊന്ന് നിനക്ക് പറഞ്ഞുകൂടായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്.
ഏതൊരു പ്രവാസിയുടെയും ഹൃദയത്തിലുള്ളതാകുന്ന അടങ്ങാത്ത ആഗ്രഹം നാട്ടിലൊരു മനോഹരമായ വീട് വെക്കണമെന്നാണ്. നാട്ടിൽ ജോലി ചെയ്യുന്ന ചെറുപ്പക്കാരന്റെ ആഗ്രഹവും അത് തന്നെയാണ്. എത്രയെത്ര സഹോദരിമാര്, എത്രയെത്ര ചെറുപ്പക്കാര്, എത്രയെത്രതാകുന്ന ആളുകൾ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഉസ്താദേ എനിക്കൊരു റാഹത്തായ വീടുണ്ടാക്കണം, എനിക്കൊരു മനോഹരമായ കുടുംബ പശ്ചാത്തലം ഉണ്ടാകണം, ഞാൻ ഒരുപാട് കടത്തിലും പ്രശ്നത്തിലുമാണ് നിലകൊള്ളുന്നത്. അല്ലാഹു അവർക്കെല്ലാവർക്കും ഹൈറായ വീട് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള വീടുകളെല്ലാം നീ ബറക്കത്തുള്ളതാക്കണേ അല്ലാ. നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം നീ നിലനിർത്തണേ അല്ലാ. ആ ഒരു വീടിന്റെ പൂർത്തീകരണം നടക്കുന്ന വേളയിൽ, ആ വീടിൻ്റെതാകുന്ന പൂർത്തീകരണം നടക്കുന്ന വേളയിൽ കണ്ണ് തട്ടാതിരിക്കാൻ എഴുതി വെക്കുകയാണ്, കോലം വെക്കുകയാണ്. മാഷാ അല്ലാ. എന്താണ് ഇതിന്റെ അർത്ഥം? മുസ്ലിമേ പഠിച്ചു വെക്കണേ. അല്ല ഉദ്ദേശിച്ച ഒന്നാണിത്. പടച്ച റബ്ബ് എനിക്ക് സമ്മാനിച്ചതാണ്. അല്ല ഉദ്ദേശിക്കാത്തതൊന്ന്, അവന്റെ മശിയത്തില്ലാത്ത ഒന്ന് ഈ ലോകത്ത് നടക്കൂല എന്നുള്ള ഉന്നതമായ വിചാരം, ഉത്കൃഷ്ടമായ വിചാരം ഏതൊരു മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാവുന്നു, തീർച്ചയായും അവൻ വിജയിക്കുന്നതാണ്. തീർച്ചയായും അവൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കുന്നവനാണ്. അതല്ലാതെ ഇതെല്ലാം എന്റേതാകുന്ന സമ്പാദ്യം കൊണ്ടാണ്, ഞാൻ 40 കൊല്ലം പ്രവാസ ലോകത്ത് പോയി ചോര നീരാക്കി കഷ്ടപ്പെട്ടതുകൊണ്ട് എന്റെ കഴിവ് കൊണ്ട് കിട്ടിയതാണെന്ന് വിശ്വസിക്കുന്ന മുസ്ലിമേ, അഹങ്കരിക്കുന്ന മുസ്ലിമേ, തോട്ടത്തിനുള്ളിലേക്ക് കയറി ചെന്നിട്ട് ഇതെന്റേതാകുന്ന സമ്പാദ്യമാണ്, ഇതൊരിക്കലും നശിക്കുകയില്ല, ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് പടച്ച റബ്ബ് ഉണ്ടാക്കിയതാണെന്ന് പറയടാ എന്ന് മുഅ്മിനായ മനുഷ്യൻ ഉപദേശിക്കുമ്പോ, കാഫിറായ മനുഷ്യൻ, അവിശ്വാസിയായ മനുഷ്യൻ തിരിഞ്ഞു നിന്നുകൊണ്ട് വർത്തമാനം പറഞ്ഞെങ്കിൽ, അഹന്തയുടെ വർത്തമാനം പറഞ്ഞെങ്കിൽ അവനുണ്ടായ നഷ്ടം നിങ്ങൾക്കൊന്നറിയണേ. ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്, അവന്റേതാകുന്ന എല്ലാ വരുമാന മാർഗങ്ങളും, അവന്റേതാകുന്ന സർവ്വ വരുമാന മാർഗങ്ങൾ, അത് തോട്ടമാകട്ടെ, അതവന്റെ കൃഷിയിടമാകട്ടെ, അതവന്റെ സമ്പാദ്യമാകട്ടെ, അതിനെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അദാബ് കൊണ്ട് വലയം ചെയ്യുകയാണ്. ഫഅസ്ബഹ യുഖല്ലിബു കഫൈ അലാ മാ അൻഫഖ ഫീഹാ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ. അവന്റേതാകുന്ന മനോഹരമാകുന്ന തോട്ടങ്ങൾ മുഴുവനും, അതിൻ്റെതാകുന്ന സുന്ദരമാകുന്ന പന്തലിട്ടതാകുന്ന മനോഹരമാകുന്ന മുന്തിരിത്തോട്ടങ്ങൾ, മനോഹരമാകുന്ന ഈത്തപ്പഴത്തിന്റെ തോട്ടം എല്ലാം അതിന്റെ പന്തലോടുകൂടി നിലത്തേക്ക് വീഴുകയാണ്. നഊദു ബില്ലാഹ്, എല്ലാം നശിക്കുകയാണ്. ആകാശത്തിന്റെ അധിപനായ പടച്ച റബ്ബ് വാനലോകത്ത് നിന്നൊരു ശിക്ഷയങ്ങ് ഇറക്കി കൊടുക്കുകയാണ്. അവന്റേതാകുന്ന സർവ്വ സമ്പാദ്യവും നഷ്ടപ്പെട്ടു പോകുകയാണ്. അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലകൊള്ളുകയാണ്. ഇനി വിഷമിച്ചിട്ട് കാര്യമില്ല, ഇനി ദുഃഖിച്ചിട്ട് തന്നെ കാര്യമില്ല. ഇനി നിനക്ക് വിഷമവും ദുഃഖവും കാണിച്ചിട്ട് ആരാണ് നിന്നെ തിരിഞ്ഞു നോക്കാൻ? അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകാശിപ്പിക്കാതെ നിലകൊള്ളരുതേ മുസ്ലിമേ. നിനക്ക് അള്ളാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്നുള്ള ആ ദിക്റിൽ നിന്ന് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്നുള്ള കേവലം ഒരു ചെറിയ വാക്കൊന്ന് പറഞ്ഞപ്പോ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിച്ചതാകുന്ന മനുഷ്യന്റെ അവസ്ഥ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ലോകത്തിന് മാതൃകയാക്കുകയാണ്. ഉമ്മത്തെ പഠിക്കണേ, മുസ്ലിമത്തെ മുഅ്മിനത്തെ പഠിക്കണേ. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, പരിശുദ്ധമായ ഖുർആനിന്റെ ഈ വചനങ്ങളിലേക്കൊന്ന് തിരിയണേ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ കഹ്ഫിൽ 32 മുതൽ 44 വരെയുള്ള വചനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഹൗല ചെല്ലുന്നതിന്റെ മഹിമ വ്യക്തമാക്കുകയാണ്. അത് ചൊല്ലുന്നതിന്റെ ശ്രേഷ്ഠത വ്യക്തമാക്കുകയാണ്. അത് ചൊല്ലാതിരുന്നാൽ കിട്ടുന്നതാകുന്ന കോട്ടങ്ങൾ എന്താണ്? അത് ചെല്ലാതിരുന്നാൽ അല്ലാഹു നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും, പടച്ച റബ്ബ് നൽകിയിരിക്കുന്ന സർവ്വ സൗഭാഗ്യങ്ങൾ, അത് ഭാര്യയാകട്ടെ, മക്കളാകട്ടെ, നിന്റെ കുടുംബമാകട്ടെ, നിന്റെ സമ്പാദ്യമാകട്ടെ, എല്ലാം നഷ്ടപ്പെട്ടു പോകുമേ, നശിച്ചു പോകുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. അതാണ് തഴവ ഉസ്താദ് അൽ മവാഹിബുൽ ജലിയയിലൂടെ ലോകത്തിന് പഠിപ്പിക്കുന്നത്. നിഅമത്ത് നീങ്ങാതെപ്പോഴും കാക്കുന്നതാ അൽ കഹ്ഫിലെ ലൗലാ മുതൽ നോക്കേണ്ടതാ. അതാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞത്. അള്ളാഹു അവരുടെ ദറജ ഉയർത്തട്ടെ.
അൽ കഹ്ഫിലെ ലൗല എന്ന പദം മുതൽ നീ നോക്ക്. നിനക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങാതെ എപ്പോഴും ശാശ്വതവൽക്കരിക്കണമെങ്കിൽ, സ്ഥിരമായിട്ട് അത് ഉണ്ടാകണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, നിന്റെ ഭാര്യയും നിന്റെ മക്കളും നിന്റെ കുടുംബവും ഒക്കെ അതെപ്പോഴും ആ അനുഗ്രഹങ്ങളും നിന്റെ വാഹനവും ഒക്കെ നിനക്ക് നിത്യമായി കിട്ടണം, അതൊക്കെ ദായിമാകണം എന്ന് നിലകൊള്ളുന്നവർ, കിട്ടിയവർക്ക് നിഅമത്ത് നീങ്ങാതിരിക്കണമെങ്കിലും എന്ത് വേണം? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയുൽ അളീം എന്ന മഹനീയമായ ദിക്ർ വേണം. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തായി പറഞ്ഞത്? ഇത്രയും നേരം നമ്മൾ വായിച്ച് ഓതി പറഞ്ഞത് നമ്മൾ തഴവ ഉസ്താദിന്റെ ബൈത്തിൽ നിന്നും അല്ലാതെയും ഹദീസിൽ നിന്നൊക്കെ പറഞ്ഞത് എന്താ? ദാരിദ്ര്യം മാറും, സമ്പത്ത് കിട്ടും, എല്ലാവിധ ഐശ്വര്യവും ഒക്കെ കിട്ടും. ഐശ്വര്യം വേണം, ജീവിതത്തിൽ സമ്പാദ്യം വേണം, നിഅമത്തുകൾ വേണമെങ്കിൽ ലാ ഹൗല ചെല്ലണം. ഇനി ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കണമെങ്കിലും ഇത് ലാ ഹൗല വേണം എന്ന് പറഞ്ഞാൽ ലാ ഹൗല ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. കാരണം വീട് ഉള്ളവരും ഈ സദസ്സിലുണ്ടാകും, കുടുംബം ഉള്ളവരും ഉണ്ടാകും, കുടുംബമില്ലാത്തവരും ഉണ്ടാകും, വീടില്ലാത്തവരും ഉണ്ടാകും. അപ്പൊ വീടില്ലാത്തവർക്കും കുടുംബമില്ലാത്തവർക്കും അത് ഉണ്ടാകാനുള്ള വഴി ലാ ഹൗല, ഉണ്ടായവർക്ക് അത് നീങ്ങിപ്പോകാതിരിക്കാനും ലാ ഹൗല. മാഷാ അല്ലാഹ്, ചൊല്ല് ലാ ഹൗല, ജീവിതം എപ്പോഴും സ്റ്റൈലാ, അതിനൊരു ശക്കുമിൽ ഒരിക്കലും ചിട്ടാ തെറ്റിപ്പോവരുതേ, അലസതയാലൊഴിക്കരുതേ. ഒരൊറ്റ ദിവസം പോലും മുടങ്ങാൻ പാടില്ല. നിത്യമായി നിത്യമായി കാലാകാലം അത് ചെല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കഴിയുന്നതും ഇതു തിന്നു ശീലിക്കേണ്ടതാ, അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ. അലയുന്ന നാളേതാണ്? നാളെ മഹ്ശറയാണ്. അവിടെയും രക്ഷ കിട്ടണമെങ്കിൽ ഈ പരിശുദ്ധമായ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്ന മഹനീയമായ ദിക്ർ ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയുൽ അളീം എന്ന് തന്നെ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളണം. എന്നാൽ മരണം റാഹത്ത്, ഖബർ റാഹത്ത്, ഇനി മഹ്ശറയിൽ അവിടെയാണല്ലോ അലഞ്ഞു നടക്കുക, അവിടെയും നിനക്ക് സന്തോഷം കിട്ടും. കഴിയുന്നതും ഇതു തിന്നു ശീലിക്കേണ്ടതാ, അലയുന്ന നാളിൽ ഏറ്റവും വിലയുള്ളതാ. തിന്നാത്തവൻ വല്ലാഹി കൈ കടിക്കുന്നതാ, മീസാനിലെന്തൊരു ഭാരവും ഇതിനുള്ളതാ. ഈ ദുനിയാവിൽ ഇതെല്ലാം കേട്ടിട്ടും അലസത വെക്കുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ, സഹോദര സഹോദരിമാരുണ്ടെങ്കിൽ, വളരെ സ്നേഹത്തോടുകൂടി പാതിരാത്രി സമയത്ത് ലോകം മുഴുവൻ നിദ്രയിലേക്ക് പോകുന്ന വേളയിൽ ഇത് ചൊല്ലണയുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് കുമ്മനമുസാദ് നൽകുമ്പോ ഇതെല്ലാം ലാഘവത്തോടുകൂടി തള്ളിക്കളയുന്ന സഹോദര സഹോദരിമാരാണ് എങ്കിൽ വല്ലാഹി നാളെ നിങ്ങൾ കൈകടിക്കേണ്ട അവസ്ഥ വരും. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഒരുപാട് സഹോദര സഹോദരിമാരെ ഏറ്റെടുത്തുകൊണ്ട് ചൊല്ലി തീർത്തവരുണ്ട്, നീ ബറക്കത്ത് ചൊരിയണേ അല്ലാ. നിത്യമായി ചൊല്ലാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. ഇത് ചൊല്ലി തീർത്താൽ കിട്ടുന്ന നേട്ടം എന്താണ്? മീസാനിലെന്തൊരു ഭാരവും ഇതിനുള്ളതാ. നാളെ നന്മ തിന്മകൾ തൂക്കുന്നതാകുന്ന ത്രാസിൽ ഇത് വലിയ ഭാരമായി തീരുന്നതാണ്. ഇതൊരു വലിയ ഭാരമായി തീരുന്നതാണ്. മാഷാ അല്ലാഹ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. തീർന്നില്ല, വീണ്ടും കിടക്കുകയാണ്. അർശിന്റെ തണലിരുന്നവൻ സുഖിക്കുന്നതാ, ഔദാര്യമുള്ള ഇലാഹിനിഷ്ടപ്പെട്ടതാ. അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗങ്ങൾപ്പെട്ടവരാണ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന മഹനീയമായ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവർ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയാ, ഒഴിഞ്ഞിരുന്നുകൊണ്ട് പടച്ച റബ്ബിനെ ദിക്ർ ചൊല്ലുന്നവൻ നാളെ അർശിന്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. അർശിന്റെ തണലിരുന്നവൻ സുഖിക്കുന്നതാ, ഔദാര്യമുള്ള ഇലാഹിനിഷ്ടപ്പെട്ടതാ. അതിനുള്ള കൂലി ലഭിച്ചു കൺ കുളിർക്കുന്നതാ, ഹളീറത്തുൽ ഖുദ്സിൽ അവൻ ക്ഷണിക്കുന്നതാ.
ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ പടച്ച റബ്ബിന്റെ സാമീപ്യം കരഗതമാക്കാൻ സാധിക്കുമത്രേ. കേവലം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മഹനീയമായ ദിക്ർ കൊണ്ടെന്ന് ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബിന്റെ സാമീപ്യം കരഗതമാക്കും. കാരണം എന്താ? ആരാധനയ്ക്ക് കഴിവുണ്ടാവുകയില്ല, തെറ്റുകളിൽ നിന്ന് തെറ്റി നിൽക്കാനുള്ള ആർജവും ഉണ്ടാവുകയില്ല അള്ളാഹുവിനെ കൊണ്ടല്ലാതെ. ഉന്നതനും സമുന്നതനുമായ അള്ളാഹുവാണ്. അതാണ് അതിന്റെ അർത്ഥം. ഇത് ചെറിയ വാക്കല്ല. റബ്ബിന്റെ സാമീപ്യം കരഗതമാക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ചെറിയ കാര്യമല്ല. തീർന്നില്ല. അതിവേഗമിൽ പായുന്ന ഹൈലതിനുള്ളതാ റിളവാനവർക്കതിൽ സ്വാഗതം നൽകുന്നതാ. വളരെ ശീഘ്രവേഗത്തിൽ പായുന്നതായ സുന്ദരമായ കുതിര സവാരി അവനുണ്ടാകും. റാഹത്തായ കുതിര സവാരി ഉണ്ടാകും. ഈ ലോക്ക്ഡൌൺ വേളയിൽ നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മക്കളെ, പാർക്കിൽ പോകാൻ കഴിയുന്നില്ല, ബീച്ചിൽ പോകാൻ കഴിയുന്നില്ല. കേരളത്തിലേതാകുന്ന പ്രിയപ്പെട്ട മങ്കമാരെ, നിങ്ങളുടെ പ്രിയപ്പെട്ട കൊച്ചുകുട്ടികളോട് പറഞ്ഞു കൊടുക്കണേ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം മക്കളൊന്ന് ചൊല്ലിക്കോ. ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഭൗതിക ലോകത്തതാകുന്ന ദുനിയാവാകുന്ന ഈ ജീവിതം കഴിഞ്ഞ്, ഇത് കുറഞ്ഞ കാലഘട്ട ജീവിതമാണ്. ഇവിടെ 30, 40, 50, 60, 70 വയസ്സ് മാത്രമുള്ള ജീവിതമാണ്. ഇത് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതം മുഴുവനും സുഖമാണ്. മരണം മംഗളമാണ്, ഖബർ റാഹത്താണ്, മഹ്ശറയിൽ സന്തോഷമാണ്, എല്ലാ വിചാരണയും എളുപ്പമാണ്. മീസാൻ എന്ന ത്രാസിൽ വലിയതാകുന്ന ഭാരമാണ്. അർശിന്റെ തണൽ കിട്ടുകയാണ്. പടച്ചറബിന്റെ സാമീപ്യം കരഗതമാക്കുകയാണ്. തീർന്നില്ല. അതിവേഗമിൽ പായുന്ന ഹൈലതിനുള്ളതാ റിളവാനവർക്കതിൽ സ്വാഗതം നൽകുന്നതാ. ബഹുമാനപ്പെട്ടതാകുന്ന മലക്കില്ലയോ, സ്വർഗത്തെ കാക്കുന്ന മലക്ക് റിളവാൻ അലൈഹിസ്സലാം സ്വാഗതം അരുളിക്കൊണ്ടവരെ ആശ്വസിപ്പിക്കുകയാണ്. അവരെ വിളിക്കുകയാണ്. ഭൗതിക ലോകത്തിന്റെ വിഷമഗതികൾ നിറഞ്ഞവരെ, ഈ ദുനിയാവിലെ ചെറ്റക്കൂരയിലിരുന്നു കൊണ്ട് പടച്ച റബ്ബിനെ സ്മരിച്ചുകൊണ്ട് ദിക്ർ ചൊല്ലിയവരെ, പാതിരാത്രി സമയത്ത് ലോകം മുഴുവൻ നിദ്രയിലേക്ക് പോകുമ്പോൾ ഉള്ളതാകുന്ന ചുജീബിനെറ്റ് വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഇൽമിന്റെ തീരത്തേക്ക് വന്ന് റൂഹേ ബയാൻ മജ്ലിസിൽ പങ്കാളികളായി അതിൽ നിന്ന് കിട്ടുന്നതാകുന്ന അറിവ് കൊണ്ട് ജീവിതത്തിൻ്റെതാകുന്ന എല്ലാ മേഖലകളും പ്രകാശിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചതാകുന്ന കൂട്ടങ്ങളെ, നിങ്ങളിതാ കടന്നുവരില്ല. ഹൗല ചെല്ലിയവരല്ലേ, 33 ചെല്ലിയവരല്ലേ, 100 ചെല്ലിയവരല്ലേ, 313 ചെല്ലിയവരല്ലേ, എണ്ണമില്ലാതെ ചെല്ലിത്തീർത്ത മക്കളല്ലേ, വരുവിൻ കടന്നുവരിൻ എന്ന് പറഞ്ഞുകൊണ്ട് മർഹബ പാടിക്കൊണ്ട് സ്വാഗതമരുളും സ്വർഗത്തിൻ്റെതാകുന്ന മലക്ക് റിളവാൻ അലൈഹിസ്സലാം. റിളവാൻ അലൈഹിസ്സലാം. തീർന്നില്ല. കടന്നു ചെന്നാൽ നിങ്ങൾക്ക് സുന്ദരമായ പാനീയം നൽകുകയാണ്. സുന്ദരമായ കുതിര സവാരി നിങ്ങൾക്ക് നടത്തുകയാണ്. പാർക്കിൽ പോയിരുന്നു കൊണ്ട് അവിടെയുള്ള ഒട്ടകത്തിന്റെ മുകളിൽ കയറാൻ പരിശ്രമിക്കുന്നവരെ, കുതിര സവാരി 10 മിനിറ്റ് നടത്തുന്നതിന് 750 രൂപ കൊടുത്തുകൊണ്ട് സായുജ്യമണിയുന്നവരെ, ദിക്ർ ചൊല്ലിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം സ്വർഗത്തിൽ കമനീയമാകുന്ന വാഹനത്തിന് പുറത്തിരുന്നു കൊണ്ട് യാത്ര ചെയ്യുകയാണ്. ലോകം മുഴുവൻ നോക്കി നിൽക്കേ സ്വർഗത്തിലുള്ളതാകുന്ന സ്വർവാസികൾ മുഴുവനും വല്ലാതെ സന്തോഷിച്ചുകൊണ്ട് നിലകൊള്ളവേ, അവരുടെ മുന്നിൽ അതിശയോക്തിയോടുകൂടി പടച്ച റബ്ബുരാൻ നിനക്ക് നൽകുകയാണ്. നിനക്കും നിന്റെ കുടുംബത്തിനും മനോഹരമായ നല്ല രീതിയിലുള്ളതാകുന്ന ഒരു സുന്ദരമായ ഖൈർ നൽകുകയാണ്. കുതിര സവാരി നടത്തുകയാണ്. പൊന്നിന്റെ സീറ്റിലിരുത്തുവാൻ അരുളുന്നതാ, മണിമേടയിൽ ഹൂറുൽ ഹിസാൻ വിളിക്കുന്നതാ. നല്ല പൊന്നിനാലുള്ള സീറ്റ് നിനക്ക് നൽകുകയാണ്. ഈ ഭൗതിക ലോകത്ത് പാവപ്പെട്ടവരായി ജീവിച്ചവരാണ്, ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ നിലകൊള്ളവരാണ്. അയൽവാസികൾ കളിയാക്കിയിട്ടുണ്ട്, നാട്ടുകാര് കളിയാക്കിയിട്ടുണ്ട്, കൂട്ടുകാര് കളിയാക്കിയിട്ടുണ്ട്. എല്ലാവരും നിന്നെക്കുറിച്ച് എത്രയോ മോശപ്പെട്ടതാകുന്ന വർത്തമാന കവലകളിൽ പറഞ്ഞവരാണ്, വാട്സാപ്പിലിട്ടവരാണ്, സ്റ്റാറ്റസ് ഇട്ടവരാണ്, നിനക്കെതിരെ ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് മോശപ്പെട്ടതാകുന്ന വചനങ്ങൾ നിനക്കെതിരെ പ്രചരിപ്പിച്ചവരാണ്. പക്ഷെ വിഷമിക്കേണ്ട ചെറുപ്പക്കാരാ, വീടില്ലാത്തവരെ, കൂടില്ലാത്തവരെ, ഒരു നേരം ഒന്ന് റാഹത്തായി ഉണ്ണണമെന്നുള്ള ആശ വെച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയവർ, അതില്ലാതെ വന്നപ്പോഴും പടച്ച റബ്ബിനെ നമ്മൾ ശിരസ്കരനായി, ദിക്റിലായി, ഷാക്കിറായി, ആബിദായി നമസ്കാരം നിലനിർത്തിക്കൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന മഹനീയമായ ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവരെ, നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടം ചെറുതല്ല, ചെറുതല്ല. പൊന്നിന്റെ സീറ്റിൽ
ചെയ്തിരുത്തുവാനരുളുന്നതാ, മണിമേടയിൽ ഹൂറുൽ ഹിസാൻ വിളിക്കുന്നതാ. റാഹത്തായ സീറ്റ് നിങ്ങൾക്ക് നൽകുകയാണ്. ഈ ദുനിയാവിൽ പട്ടുമെത്തയില്ലാതെ കടന്നുറങ്ങിയ മനുഷ്യ, മഴ പെയ്യുമ്പോൾ ചോർന്നലിക്കുന്ന കൂരയിൽ കടന്ന മനുഷ്യ, ചൂട് ബന്ധാതെ കൂടി വരുമ്പോ പ്രയാസം അനുഭവിച്ചുകൊണ്ട് എയർ കണ്ടീഷൻ റൂം പോലുമില്ലാതെ വിഷമിച്ചിരുന്നതാകുന്ന മനുഷ്യ, ചൂടേറ്റുകൊണ്ട് പടച്ചറബിന് ദിക്റ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടതാകുന്ന ചെറുപ്പക്കാരാ, നിനക്ക് കിട്ടുന്ന നേട്ടമാണ്, പൊന്നിന്റെ സീറ്റാണ് നിനക്ക് നൽകുന്നത്. മണിമേടയിൽ നിന്ന് ഹൂർലീങ്ങൾ വിളിക്കുകയാണ്, വരുവിൻ എന്റെ കൂടെ ശയ്യവലംബിക്കൻ. പാതിരാത്രി സമയത്ത് ഉറക്കമൊഴിച്ചുകൊണ്ട് അള്ളാഹുവിനെ ദിക്റ് ചൊല്ലിക്കൊണ്ട് നിലകൊണ്ടവനല്ലേ, ഇനി എന്റെ കൂടെ കുറച്ചു നേരം ഒന്ന് വിശ്രമിക്കാൻ പറഞ്ഞുകൊണ്ട് ഹൂറുൽ ലിസാൻ വിളിക്കുകയാണ്. തീർന്നില്ല, മധുരം തുളുമ്പും ഗാനമാലപിക്കുന്നതാ, ദോഷം പൊറുപ്പിക്കാൻ ഇതെന്തൊരു നല്ലതാ. ഒരുപാട് മധുരം തുളുമ്പുന്നതാകുന്ന വചനങ്ങൾ അവർ പറയുകയാണ്, നല്ല നല്ല പാട്ടുകൾ പാടുകയാണ്. ഈ ഭൗതിക ലോകത്ത് സിനിമാ പാട്ടുകളും മറ്റ് പാട്ടുകളും ഹറാമായ സംഗീത ആലാപനങ്ങളും ഒക്കെ ഒഴിവാക്കി പടച്ച റബ്ബിന്റെ സംതൃപ്തി കരഗതമാക്കാൻ സീരിയലില്ലാതെ സിനിമ കാണാതെ മോശപ്പെട്ടതാകുന്ന വചനങ്ങൾ കേൾക്കാതെ ഖുർആൻ കേൾക്കാനും ദിക്റിന്റെ സദസ്സിനും വേണ്ടി തന്റെ 2GB ഇന്റർനെറ്റ് പരിശുദ്ധമായ ദീനിന് വേണ്ടി വിനിയോഗിച്ച പെങ്ങളെ, അതിനുവേണ്ടി വിനിയോഗിച്ച ചെറുപ്പക്കാരാ, നീ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല. നിനക്ക് നാളെ സുന്ദരമായ പാട്ടുപാടി നിന്നെ മടിയിലിട്ടുകൊണ്ട് താരാട്ട് പാടിത്തരുന്നത് ഹൂറുല്ലീങ്ങളാണ്. മധുരം തുളുമ്പും ഗാനമാലപിക്കുന്നതാ, ദോഷം പൊറുപ്പിക്കാൻ ഇതെന്തൊരു നല്ലതാ. ബഹറിന്റെ പത പോലെങ്കിലും തുലയ്ക്കുന്നതാ. എത്ര വലിയ ദോഷമുണ്ടെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപം മുഴുവനും പുറത്തു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാ ചെറുപാപങ്ങളും, വൻപാപങ്ങളല്ല. വൻപാപങ്ങൾ ചെയ്താൽ ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട് പല ക്ലാസ്സുകളിലും, തൗബ ചെയ്യൽ നിർബന്ധമാണ്. അല്ലാത്തത് നീ എന്ത് തെറ്റ് ചെയ്താലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് പുറത്തു തരും, ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, മാ അഹദുൻ അലൽ അർളി, ഈ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുന്നതാകുന്ന ഏത് മുഅ്മിനായ മനുഷ്യനാണോ, ഏത് മുഅ്മിനത്തായ സഹോദരിയാണോ, അവർ പറയുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അൽ അലിയ്യുൽ അദീം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം എന്നുള്ള മഹനീയമായ ദിക്റ് ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, ഇല്ലാ കുഫിറത അൻഹുമുൽ ഖതായാ, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പാപം അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. വലൗ കാനത്ത് മിസ്ലു സബദിൽ ബഹർ, സമുദ്രത്തിലേതാകുന്ന നുരകൾക്ക് സമാനമായിട്ടാണ് അവന്റെ പാപങ്ങളെങ്കിലും തീർച്ചയായും പടച്ച റബ്ബ് പുറത്തു കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു വന്ന് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താ പറയേണ്ടത്? ഇവിടെ ലാ ഹൗല എന്നുള്ളത് അവസാനത്താണ്. അതിന് തൊട്ടുമുമ്പ് ഒരു വാക്ക് കൂടിയുണ്ട്. ഏതാണത്? ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അത്ര കൂടിച്ചാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ. എന്നിട്ട് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യുൽ അദീം. ഒറ്റ പ്രാവശ്യം പറഞ്ഞാൽ മതി. ആരെങ്കിലും ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഇല്ലാ കുഫിറത് അൻഹുൽ ഖതായ, അവനെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ചെറുപാപങ്ങളും പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞത് തിരു ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വലൗ കാനത് മിസ്ലു സബദിൽ ബഹർ, സമുദ്രത്തിന്റെ തീരത്ത് താമസിക്കുന്ന തീരദേശ നിവാസികളില്ലേ, എന്റെ ശബ്ദം ശ്രവിക്കുന്നതാകുന്ന സമൂഹത്തിൽ, നിങ്ങൾ മനസ്സിലാക്കി, എത്രയോ നുരകളാണ്, എത്രയോ പതകളാണ് ആ സമുദ്രത്തിൽ നിന്ന് അടിച്ചു വീശുന്നത്, അല്ലേ? എന്നാൽ ആ സമുദ്രത്തിലേതാകുന്ന നുരകൾക്ക് സമാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപങ്ങൾ പൊറുപ്പിച്ചു തരുമെന്ന് ഹബീബുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമല്ല, പാപം പൊറുപ്പിക്കാൻ അത് നിദാനമാണ്.